ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റെസിപ്പി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും അല്ലേ. ഇന്ന് നമ്മൾ ബീട്രൂട്ട് വെച്ചിട്ടുള്ളൊരു നല്ലൊരു പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഓണം വിഷു സദ്യ സ്പെഷ്യലാണ് ഈ പച്ചടി. അപ്പോൾ ഇത് ഞങ്ങൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കൂടുതലും കഴിച്ചിട്ടുണ്ട് ഈ പച്ചടി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളാണെങ്കിലും ഈ വീഡിയോയുടെ ഏറ്റവും അടിയിലായിട്ട് കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ബീട്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് മേടിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചുരണ്ടി നോക്കുമ്പോൾ നല്ല കളറുള്ള ബീട്രൂട്ട് നോക്കി എടുക്കുക. അതാണ് നമുക്ക് നല്ല കളർ കിട്ടുക. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ളതും ഒരു ചെറിയ ബീട്രൂട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ചോപ്പ് ചെയ്തിട്ടാണ് ഈ പച്ചടി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിലോ അല്ലെങ്കിൽ കലത്തിലൊക്കെ വേവിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളായി വേവിച്ചിട്ട് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ പച്ചടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നൈസായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ഫുള്ള് ആ 2 ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 മുറി തേങ്ങ വേണം, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 2-3 കറിവേപ്പില. ഇത്രയാണ് നമുക്ക് അരപ്പിന് വേണ്ടത്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. 1/4 ഗ്ലാസ്സിനേക്കാൾ കൂടുതൽ വെള്ളം ഇതിലേക്ക് ഒഴിക്കേണ്ട, കാരണം നമ്മുടെ പച്ചടി ഭയങ്കര തിക്കായിട്ടുള്ളതാണ്, നമുക്ക് ലൂസായിട്ടല്ല വേണ്ടത്. അപ്പോൾ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില, കടുക്, പിന്നെ 1 കപ്പ് തൈര്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. തൈര് നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മൺചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും ചേർത്ത് കൊടുക്കാം. അപ്പം മൺചട്ടി തന്നെ എടുക്കുക, അതാണ് ടേസ്റ്റ്. അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കണം. വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഇളക്കി ഇത് വേവിച്ചെടുക്കാം. ബീട്രൂട്ടിന് അതിനുള്ള വേവുള്ളൂ. പിന്നെ നമുക്ക് പെട്ടെന്ന് കുക്കാവണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ തേങ്ങയുടെ, ആ മിക്സാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മിക്സ് കണ്ടല്ലോ, ഒട്ടും ലൂസ് ഇല്ലാതെയാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത്. ഇതിന് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇത് നമ്മൾ ഇളക്കിയിട്ട് തന്നെ നമ്മൾ ഈ തേങ്ങ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം, ചൂടാക്കി എടുക്കണം. ഈ തേങ്ങയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറണം. അപ്പോൾ ഇത് ചട്ടിയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാറാതെ തന്നെ ഇളക്കി എടുക്കുക. എന്നിട്ട് നന്നായിട്ട് എന്താ പറയുക, തിളച്ച് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ഗ്ലാസ് അല്ലെങ്കിൽ 3/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് നിങ്ങൾ ചേർത്തിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പുളിയൊക്കെ നോക്കിയിട്ട് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് ലൂസിന് നിൽക്കാം, ഒരുപാട് ലൂസ് എന്നല്ല ഉദ്ദേശിച്ച്, ചെറുതായിട്ട്. കാരണം ഈ കറി തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് തിക്കാവും. അപ്പോൾ അതനുസരിച്ചിട്ട് ലൂസായിട്ട് എടുക്കുക. പിന്നെ നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ടും തൈര് ചേർത്ത് കൊടുക്കുക. പിന്നെ തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇത് ഒരുപാട് തിളപ്പിക്കൊന്നും ചെയ്യരുത്. നന്നായിട്ടൊന്ന് തിളവന്ന സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി നമുക്കതിലേക്ക് അടുത്തത് വറവാണ് വേണ്ടത്. അപ്പോൾ അതിന് മറ്റൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1 ടീസ്പൂൺ കടുകും ചേർത്ത് നമുക്ക് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 2-3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് ഓണം വിഷു സദ്യക്കാണ് നമ്മൾ കൂടുതലായിട്ടും ഉണ്ടാക്കാറ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് നിങ്ങൾ അറിയിക്കുക. ഇനി ഇതുപോലുള്ള നാടൻ വിഭവങ്ങളായിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.